ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനാണ്. അതും ഇംഗ്ലീഷ് തീരെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ഗ്രീറ്റിങ്സിൽ നിന്നും തുടങ്ങാം. ഒരാളെ നമ്മൾ ആദ്യം കാണുമ്പോൾ എങ്ങനെ വിഷ് ചെയ്യണം, ഏത് സമയത്ത് ഏത് രീതിയിൽ വിഷ് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസം തന്നെ തുടങ്ങുന്നത് ഗ്രീറ്റിങ്സിലൂടെയാണ്. ആ ഗ്രീറ്റിങ്സ് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. സോ അതാണ് ഞാൻ ഗ്രീറ്റിങ്സിൽ നിന്നും തുടങ്ങണമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ എങ്ങനെ കൺവേ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നേരത്തെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഫോർ ബിഗിനേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ് 1 ആണ് നമ്മളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗ്രീറ്റിങ്സ് ആണ്. നമുക്കിപ്പോൾ ഒരാളോട് നമുക്ക് എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, ഏത് സമയത്ത് ഗ്രീറ്റ് ചെയ്യണം, എപ്പോൾ ഗ്രീറ്റ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഹൗ ടു ഗ്രീറ്റ് എ പേഴ്സൺ ഫോർ ദ ഫസ്റ്റ് ടൈം. നമ്മളിപ്പോൾ ഒരാളെ ആദ്യം വെൻ യു മീറ്റ് ഇൻ ദ മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഒരാളെ ആദ്യമായിട്ട് കാണുകയാണ്, അത് നമ്മൾ രാവിലെ കാണുകയാണ്. മോർണിംഗിൽ എന്നുവെച്ചാൽ നമ്മൾ രാവിലെ കാണുകയാണെങ്കിൽ നമ്മൾ അയാളെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ രാവിലെ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്തോ അവരോട് പറയേണ്ടത് ഗുഡ് മോർണിംഗ് എന്നാണ് നമ്മൾ വിഷ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാഡം, ഗുഡ് മോർണിംഗ് ശ്രേയ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരെ കാണുമ്പോഴത്തേക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട പേരാണ് ഗുഡ് മോർണിംഗ്. അതിൻ്റെ സമയമുണ്ട്. സമയം എന്ന് വെച്ചാൽ ഫ്രം 6 AM to 11:59 AM ആണ്. രാവിലെ 6 മണി തൊട്ട് 11:59 AM വരെയാണ് നമ്മൾ ഈ ഗ്രീറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്, നമ്മൾ യൂസ് ചെയ്തിട്ട് വിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 AM എന്ന് പറയുകയാണെങ്കിൽ സൂര്യൻ ഉദിക്കുന്ന സമയമാണ് നമ്മൾ 6 AM നമ്മൾ എടുക്കുന്നത്. പിന്നെ 11:51 വരെയാണ് അതിൻ്റെ ഒരു ടൈം. നമുക്ക് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യേണ്ട സമയം 6 AM to 11:59 AM വരെയാണ്. ഓക്കെ, പിന്നെ ഇഫ് യു മീറ്റ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഇപ്പോൾ നമ്മൾ ഒരാളെ ഉച്ചയ്ക്കാണ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയേണ്ട വേർഡ് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത് ഫ്രം 12 PM to 4:59 PM വരെയാണ്. ഇപ്പോൾ നമ്മൾ 12 മണിക്കാണ് നട്ടുച്ച എന്നൊക്കെ പറയില്ല, 12 മണിക്കാണ് ന്യൂൺ ടൈം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഒരാളെ കാണുകയാണെങ്കിലോ നമ്മൾ വിഷ് ചെയ്യേണ്ടത്. 12 PM to 4:59 PM. 4:59 PM എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് വെയിലൊക്കെ ഉച്ച സമയം പോലെ നമുക്ക് ഫീൽ ചെയ്യും, നല്ല സൂര്യൻ്റെ ചൂടൊക്കെ അടിക്കുന്ന. അതുകൊണ്ടാണ് നമ്മൾ 4:59 വരെ എടുക്കുന്നത്. അതെപ്പോഴും അങ്ങനെയില്ല, ചില സമയത്ത് മാത്രമേ ഉള്ളൂ. മിക്കപ്പോഴും 3 PM ആണ് നമ്മൾ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ചില സമയത്ത് മാത്രമാണ് 4:59 PM വരെ. യൂഷ്വലി അത് പറയുന്നത് 12 PM to 4:59 PM വരെയാണ് യൂഷ്വലി നമ്മളത് എടുക്കുന്നത്. ഓക്കെ, ഇഫ് യു മീറ്റ് ഇൻ ദ ഈവനിങ്. ഇപ്പോൾ നമ്മൾ ഒരാളെ വൈകിട്ടാണ് കാണുന്നതെങ്കിൽ യൂഷ്വലി നമ്മൾ പറയേണ്ട വേർഡാണ് ഗുഡ് ഈവനിങ് സർ, ഗുഡ് ഈവനിങ് മാഡം എന്ന് നമ്മൾ യൂഷ്വലി അവരെ ആരെ കണ്ടാൽ നമ്മൾ വിഷ് ചെയ്യേണ്ട വേർഡാണ് നമ്മൾ പറയുന്നത്. ഫ്രം 5 PM to 10:59 PM വരെയാണ്. എന്ന് വെച്ചാൽ 5 മണിക്കാണ് തുടങ്ങുന്നത്. ചില കേസ് ചിലപ്പോൾ മാത്രമാണ്, മിക്കപ്പോഴും ആക്ച്വലി 3 PM ആണ് നമ്മൾ പറയുന്നത്. സോ റെയർ കേസസ് ആണ് 5 PM സ്റ്റാർട്ട് ആവുന്നത്, ഞാൻ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ. സോ 5 PM to 10:59 PM എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾ രാത്രിയിലും നമ്മളെ വിളിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ഒരാളോട് ഗുഡ് ഈവനിങ് സാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. എന്തോ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറയേണ്ടത് 5 PM to 10:59 PM ആണ്. നമ്മളിപ്പോൾ 10:59 PM ആണ് നമ്മൾ പറയേണ്ടത്. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പാണ് നമ്മൾ പറയേണ്ട ഒരു വേർഡാണ് ഗുഡ് ഈവനിങ്. എന്ന് വെച്ചാൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നല്ല, നമ്മളിപ്പോൾ ഒരാളെ വിളിക്കുമ്പോഴത്തേക്കും ആദ്യം യൂസ് ചെയ്യേണ്ട വേർഡാണ് ഗുഡ് ഈവനിങ്. ഓക്കെ, 5 PM to 10:59 PM നമ്മൾ യൂസ് ചെയ്യേണ്ട വേർഡ്, അതാണ് നമ്മൾ പറയേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഒരാൾ സഡൻലി നമ്മളെ കോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവരെ ഗ്രീറ്റ് ചെയ്യും, ഗുഡ് ഈവനിങ് സർ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് മാഡം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാര്യം തുടങ്ങുന്നത്. എന്നിട്ട് ലാസ്റ്റിലാണ് നമ്മൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് കട്ട് ചെയ്യാറ്. സോ ഇത് അങ്ങനെയാണ്. ഓക്കെ, പിന്നെ ഹൗ ടു വിഷ് വെൻ യു വേക്കപ്പ് ഇൻ ദ മോർണിംഗ്. ഇപ്പം നമ്മൾ രാവിലെ എണീക്കുകയാണെങ്കിൽ നമ്മളെങ്ങനെ വിഷ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ രാവിലെ ആകുമ്പോൾ വീട്ടിലായിരിക്കുമല്ലോ, വീട്ടിൽ നമ്മൾ സ്വാഭാവികമായിട്ടും അച്ഛനും അമ്മയും സഹോദരൻ അങ്ങനെ ആരെങ്കിലും കാണില്ല, അപ്പനും അമ്മയും അവരോടൊക്കെ നമ്മളെങ്ങനെ വിഷ് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് ഡാഡ്, ഗുഡ് മോർണിംഗ് മോം, ഗുഡ് മോർണിംഗ് ഗ്രാൻഡ് പാ, ഗുഡ് മോർണിംഗ് ഗ്രാൻഡ് മാ, അങ്ങനെയൊക്കെ വീട്ടിൽ ആരുണ്ടോ അവരെ നമ്മൾ എന്തുവാണ് നമ്മൾ അവരെ വിളിക്കുന്നത് അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ചേർത്താണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ആൻറ്റി ആണെങ്കിൽ ഗുഡ് മോർണിംഗ് ആൻറ്റി, ഗുഡ് മോർണിംഗ് അങ്കിൾ. യൂഷ്വലി നമ്മൾ ആൻറ്റി അങ്കിൾ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ കുഞ്ഞമ്മ അല്ലെങ്കിൽ പേരമ്മ, ചിറ്റപ്പൻ, കുഞ്ഞമ്മ, പേരമ്മ, അപ്പച്ചി, ഇവരൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഒറ്റ വേർഡാണ്. ആൻറ്റി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സംബോധന ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ പറയേണ്ടത് ഗുഡ് മോർണിംഗ് ആൻറ്റി. ഇവരെയൊക്കെ ആൻറ്റിയുടെ ഇതിലാണ്. അപ്പോൾ അങ്കിളാണെങ്കിൽ ചിറ്റപ്പൻ, പേരപ്പൻ, മാമൻ, ഇവരെയൊക്കെ നമ്മൾ അങ്കിളിൻ്റെ കാറ്റഗറിയിലാണ് വരിക. സോ അവരെ നമ്മൾ സംബോധന ചെയ്യുക ഗുഡ് മോർണിംഗ് അങ്കിൾ. ദെൻ ഹൗ ടു വിഷ് യുവർ ഫ്രണ്ട് വെൻ യു സീ ഹർ ഇൻ ദ മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ രാവിലെ കാണുകയാണ്. കോളേജിൽ പോകുമ്പോഴത്തേക്കും നമ്മൾ രാവിലെ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അന്നത്തെ ദിവസം നമ്മൾ ആദ്യമായിട്ട് കാണുക ഫ്രണ്ടിനെ. അപ്പോൾ നമ്മൾ വിഷ് ചെയ്യേണ്ടത് ഗുഡ് മോർണിംഗ് അനു, ഗുഡ് മോർണിംഗ് നിഷ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും നമ്മൾ അവിടെ വിഷ് ചെയ്യേണ്ട വേർഡാണ് ഗുഡ് മോർണിംഗ് അനു, ഗുഡ് മോർണിംഗ് നിഷ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അക്കീഷ, പിന്നെ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് നിർമ്മൽ, ഗുഡ് മോർണിംഗ് രാഹുൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദ്യം തുടക്കം തന്നെ അവരോട് പറയേണ്ട വേർഡ്സാണിത്. പിന്നെ ഹൗ ടു വിഷ് ഇൻ ദ മോർണിംഗ് ഇൻ ഓഫീസ്. ഇപ്പോൾ നമ്മൾ ഓഫീസിലോട്ടാണ് പോകണമെങ്കിൽ രാവിലെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ എങ്ങനെ വിഷ് ചെയ്യണം? അത് ഗുഡ് മോർണിംഗ് സർ, ഗുഡ് മോർണിംഗ് മാഡം. ഇത് നമ്മൾ സാറും മാഡം ആണെങ്കിൽ നമ്മൾ അവരെ വിഷ് ചെയ്യേണ്ട പേരാണ്. കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെങ്കിൽ നമ്മൾ വിഷ് ചെയ്യേണ്ടത് ഇപ്പോൾ ഗുഡ് മോർണിംഗ് നിരഞ്ജന, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് ചേച്ചി. നമ്മൾ സ്വാഭാവികമായിട്ടും സീനിയേഴ്സൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഗുഡ് മോർണിംഗ് ചേച്ചി എന്നിട്ട് ഒരാളെ നമ്മൾ ഗ്രീറ്റിങ്സിലൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് നമ്മളിപ്പോൾ ഇത് ഓഫീസിൽ വെച്ച് നമ്മൾ അങ്ങനെ സംബോധന ചെയ്യുക. പേരാണെങ്കിൽ പേര് വിളിക്കാം. കൂടെ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അത് വെച്ചിട്ട് ഗ്രീറ്റിംഗ് വെച്ചിട്ട് നമ്മൾ പേര് വെച്ചിട്ട് വിളിക്കാവുന്നതാണ്. ഹൗ ടു വിഷ് വെൻ യു ആർ ഗോയിങ് ടു ബെഡ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരാളെ എങ്ങനെ വിഷ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ നമ്മൾ പറയുക ഗുഡ് നൈറ്റ് ഡാഡ്, ഗുഡ് നൈറ്റ് മോം. പിന്നെ നമ്മൾ സ്വീറ്റ് ഡ്രീംസ് പറയും. അത് റെയറായിട്ടേ പറയത്തുള്ളൂ. നമ്മൾ യൂഷ്വലി വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെയുണ്ടോ വീട്ടിൽ അവരെല്ലാം നമ്മൾ ഗുഡ് നൈറ്റ് വെച്ചിട്ട് അവിടെ എന്താണ് നമ്മൾ വിളിക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ പറയും. ഇപ്പോൾ ഗുഡ് നൈറ്റ് ആൻറ്റി, ഗുഡ് നൈറ്റ് അങ്കിൾ, അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ പറയും. പിന്നെ എന്താ സ്വീറ്റ് ഡ്രീംസ് നമ്മൾ റെയറായിട്ടേ പറയത്തുള്ളൂ. നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കത് പറയാം. സ്വീറ്റ് ഡ്രീംസ് അതും ഒരു ഗ്രീറ്റിങ്സ് ആണ്. നമ്മൾ പറയുമ്പോഴത്തേക്കും സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയുന്നത് ഒരു ഗ്രീറ്റിങ്സ് ആണ്. അപ്പോൾ നമ്മളതും പറയും. പിന്നെ അടുത്തത് ഇൻഫോർമൽ ഗ്രീറ്റിങ്സ് ടു യുവർ ഫ്രണ്ട്സ് ഓർ ടു യുവർ സെയിം ഏജ് പീപ്പിൾ. ഇപ്പോൾ ഇൻഫോർമൽ ഗ്രീറ്റിങ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഏത് സമയത്തും എപ്പോൾ വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിങ്സ് ആണ്. ലൈക്ക് നമുക്ക് അതിന് സമയം ഇന്നൊന്നുമില്ല. ഇപ്പോൾ നമുക്ക് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയിലോ എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രീറ്റിങ്സ് ആണ് ഇത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഹായ് അനു, ഹലോ നിഷ, ഹായ് അങ്കിൾ, ഹലോ ആൻറ്റി. ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോരുത്തരെയും ഹായ് ഹലോ എന്നൊക്കെ വെച്ച് സംബോധന ചെയ്തിട്ട് അവരുടെ പേരോ എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളെ ഫ്രണ്ടിനെ കാണുകയാണെങ്കിൽ നമ്മൾ പറയും ഹായ് അക്കീഷ, ഹായ് പിങ്കി എന്നൊക്കെ നമ്മൾ ഫോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതാണ് ഇൻഫോർമൽ ഗ്രീറ്റിങ്സ്. നമ്മൾ ഫോർമലായിട്ട് പറയുക. അപ്പോൾ അതിന് നമുക്കിപ്പോൾ സമയം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ എത്ര മണിയായി, സോ ആ സമയം നോക്കിയിട്ട് അവരെ വിഷ് ചെയ്യണം എന്നൊന്നും നമുക്കില്ല. നമുക്കത് എപ്പോൾ വേണോ എങ്ങനെ വേണമെങ്കിലും വിഷ് ചെയ്യാം. അതാണ് ഇൻഫോർമൽ ഗ്രീറ്റിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ഹൗ ടു വിഷ് വെൻ യു സീ നോയിങ് പേഴ്സൺസ് ആണല്ലേ. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരാളെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. നമ്മുടെ മുന്നിൽ നമുക്ക് അറിയാവുന്ന ഒരാളെ നമ്മൾ കണ്ടുമുട്ടുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടതെന്നാണ്. പ്ലീസ് ടു മീറ്റ് യു, നൈസ് ടു മീറ്റ് യു, ഗുഡ് ടു സീ യു എഗെയിൻ. ഇപ്പം നമ്മൾ പറയും കണ്ടതിൽ വളരെ സന്തോഷം, ഗുഡ് ടു സീ യു എഗെയിൻ, നിങ്ങളെ വീണ്ടും കണ്ടതിൽ വളരെ സന്തോഷം എന്നൊക്കെ നമ്മൾ പറയും. അവരെ കാണുമ്പോൾ പറയുമോ നിങ്ങളെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നൊക്കെ, വീണ്ടും കണ്ടുമുട്ടിയിൽ പിന്നെയും സന്തോഷം തോന്നുന്നൊക്കെ. അതൊക്കെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ 3 വേർഡ്സും അതാണ്. പിന്നെ ഹൗ ടു ഗ്രീറ്റ് വെൻ യു ലീവ് സമ്മൺ. നമ്മൾ ഒരാളെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിട പറയുന്ന സമയത്ത് നമ്മൾ അവരെ എങ്ങനെ പറയണം അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ ബായ്. ഇപ്പം നമ്മൾ ഒരാളെ കണ്ട് സംസാരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഓക്കെ ബായ്, ടേക്ക് കെയർ ഡിയർ, നമുക്ക് വീണ്ടും കാണാം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ നമ്മൾ കാണുന്നെങ്കിൽ നമ്മളിപ്പോൾ കാണാത്ത ഒരു ഫ്രണ്ടാണ്, നമ്മൾ കൂടെ പഠിച്ച ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റോ ആരെങ്കിലും ആയിരിക്കും. നമ്മൾ സഡനായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ നമ്മൾ പറയും എല്ലാം കണ്ടുമുട്ടി സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പറയും ഓക്കെ ബായ്, ടേക്ക് കെയർ ഡിയർ, വീണ്ടും കാണാം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. സി യു എഗെയിൻ എന്നൊക്കെ പറയുന്നില്ല. അതുപോലെയാണ് നമ്മൾ പറയുന്നത് ഓക്കെ ബായ്, ടേക്ക് കെയർ ഡിയർ, സി യു എഗെയിൻ എന്നൊക്കെ വേർഡ്സാണ് നമ്മൾ അവരെ വിട പറയുമ്പോൾ പറയുന്ന വേർഡ്സ്. ഓക്കെ. പിന്നെ വെൻ യു ലീവ് ദി ഓഫീസ്, നമ്മൾ ഓഫീസിൽ ജോലി കഴിഞ്ഞിട്ട് നമ്മൾ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറയേണ്ട വേർഡാണ് ഓക്കെ ബൈ സാർ, സി യു ടുമോറോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഓക്കെ ബൈ സാറിനോ മാഡത്തിനോടൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇപ്പം സി യു ടുമോറോ എന്ന് വെച്ചാൽ നമ്മൾ നാളെ ഇപ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊളീഗ്സൊക്കെ കാണും. അപ്പോൾ നമ്മൾ ഡെയിലി അവരുടെ കൂടെ ആണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി നമ്മൾ അവരെ കണ്ടുമുട്ടും. അപ്പോൾ ഇന്ന് ഇത്രയും കണ്ടു, ഇനിയിപ്പോൾ നാളെ നമുക്ക് വീണ്ടും കാണാം എന്ന് പറയുന്ന പോലെയാണ് ഓക്കെ സി യു ടുമോറോ എന്ന് പറയുന്നത്. സി യു ടുമോറോ. ഓക്കെ. അതാണ് നമ്മൾ കൊളീഗ്സിനകത്തൊക്കെ പറയുന്നത്. അപ്പം എനിക്ക് ക്ലാസ്സിൽ ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും
സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. സോ ഓക്കെ. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത ഒരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം എല്ലാവർക്കും